ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നവംബർ 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി. വൈകുന്നേരം ചുമ്മാ ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ മുതൽ നമുക്കിവിടെ ഒരു മഴ ക്ലൈമറ്റാണ് ട്രിവാൻഡ്രത്ത്. അപ്പം മഴയില്ല എങ്കിൽ വെട്ടുകാട് പള്ളി വരെ ഒന്ന് പോകണം, അതല്ലെങ്കിൽ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, അതല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനും കീക്കുട്ടി അവിടെ നിന്ന് ഞങ്ങൾ നേരെ അശ്വതിയെ രാഗിയെ വഴിക്കുന്ന കിട്ടി. അശ്വതിയെ പിക്ക് ചെയ്ത് ഞങ്ങൾ കുറവങ്കോണം റോഡിലേക്കാണ് പോയത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മുടെ വൈറലായ മസ്ക ബൺ കഴിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം കഴിച്ചതാണ്, പക്ഷേ രാഗി അശ്വതി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ കുറവങ്കോണം കവടിയാർ റോഡിലൂടെ പോയപ്പോഴത്തേക്കും 2-3 പയ്യന്മാർ നടത്തുന്നൊരു മസ്ക ബൺ അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനി തിരക്കായിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമുക്ക് അതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ബൺമസ്ക കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ 2-3 പയ്യന്മാർ നടന്ന് നല്ല നീറ്റായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് നന്നായിട്ടാവട്ടോ നടത്തുന്നത്. അപ്പോൾ അവർ ഇന്ന് 3-ാമത്തെ ദിവസമായിരുന്നു തുടങ്ങിയിട്ട്, നല്ല റഷൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം കീക്കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവൾ കഴിച്ചില്ല. രാഗിയും ഞാനും അശ്വതി അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ ഞാനും രാഗി ഇപ്പോൾ ഡയറ്റാണ് ക്രിസ്മസ് പ്രമാണിച്ച്. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ചീറ്റിംഗ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. ഷുഗർ കട്ട് എന്നൊക്കെയാണ് പേരെങ്കിലും ഞങ്ങൾ കിട്ടുന്നതെല്ലാം കഴിക്കും. അങ്ങനെ അവർ ടേസ്റ്റ് ചെയ്തു. അപ്പം ഓവറായിട്ട് അങ്ങനെ മധുരം ഇല്ല കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ബണ്ണിന് കുറച്ചൊരു സ്വീറ്റ്നെസ് കാണുമല്ലോ, അപ്പോൾ ഓവറായിട്ടൊരു മധുരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കഴിച്ചപ്പോഴത്തേക്കും ആ ചായ ഭയങ്കര തണുത്തായിരുന്നു, ഒരു ടേസ്റ്റ് ഇല്ല ആ സ്ഥലത്തെ. പക്ഷേ ഇവരുടെ ചായ നല്ല ഹോട്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഒരു മഴ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല ചൂട് ചായയും മസ്ക ബണ്ണും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇനിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇനിയും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഒരു മസ്ക ബണ്ണിൽ അവിടെ വീണു, അത് കഴിച്ചു കേട്ടോ. ഈ സമയത്തെല്ലാം കേക്കുട്ടി വെറുതെ നിൽക്കുവാണ്. ഞാൻ ഒത്തിരി പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ. സത്യം ഞാനൊരു ദിവസം വീട്ടിലുണ്ടാക്കിയായിരുന്നു, അന്നും ഇവളെ നിർബന്ധിച്ചിട്ടാണ് അവൾ കുറച്ച് കഴിച്ചത്. അവൾക്ക് അങ്ങനെ ചില സാധനങ്ങളൊന്നും ഭയങ്കര മധുരമുള്ള സാധനങ്ങളൊന്നും അങ്ങനെ എൻ്റെ 2 പിള്ളേർക്കും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ഷുഗർ ക്രേവിങ് ഉള്ള ആളാണ്, എനിക്ക് എല്ലാ സ്വീറ്റാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ മസ്ക ബണ്ണൊക്കെ ട്രൈ ചെയ്തു. അപ്പം അവർ പറയുന്നുണ്ട് രാഗിക്ക് പാഴ്സൽ വേണമായിരുന്നു. അപ്പോൾ രാഗി ഇപ്പം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടറല്ലേ, അപ്പം തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ലൈറ്റ് ബോർഡൊക്കെ കണ്ട് ഇങ്ങനെ ഒത്തിരി പേര് കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് വസന്തവിലാസം വെജ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നേ. അപ്പോൾ നമുക്കവിടുത്തെ ദഹി ചാട്ട് കഴിക്കാമെന്ന് വെച്ചു. കാരണം ഇതെല്ലാം കഴിച്ചുകൊണ്ട് സത്യത്തിലൊന്നും വിശക്കുന്നില്ലായിരുന്നു. എന്നാലും ഇനി നമ്മൾ ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. അങ്ങനെ കിയക്കുട്ടിക്ക് ഇഷ്ടം അവിടെ ആകെ ഇഷ്ടമുള്ളത് നമ്മുടെ മിനി ഇഡലീസ്, ഇങ്ങനെ സാമ്പാറിൽ മുങ്ങിക്കിടക്കുന്ന മിനി ഇഡലീസാണ്. നോൺ വെജ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്കത് ഓർഡർ ചെയ്തു. രാഗി ഒരു പാനിപൂരി ഓർഡർ ചെയ്തു. ഞാനും അശ്വതി ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ദഹിപ്പൂരി. എനിക്ക് ദഹിപ്പൂരി ഇഷ്ടം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കുറച്ച് മധുരമൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഫുഡേ ഇഷ്ടമുള്ളൂ. ഭയങ്കര ഷുഗർ ക്രേവിങ് ഉള്ള ആളാണ് ഞാൻ. അപ്പം ഞങ്ങളങ്ങനെ ഡയറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കേക്കുട്ടി ഇഡ്ഡലി വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാഗി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇടയ്ക്ക്, ഡയറ്റുകാരാണ് വന്നേക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് വിളിച്ചു, അപ്പോൾ അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ. പക്ഷേ എൻ്റെ അശ്വതിയുടെ നല്ലതായിരുന്നു ദഹിപ്പൂരി. പക്ഷേ രാഗിക്ക് കുറച്ചധികം പുളിയായിരുന്നു അതിന്. അപ്പം പല്ലൊക്കെ പുളിക്കുവാന്ന് പറഞ്ഞ് രാഗിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ നമ്മുടെ ഷെയറൊക്കെ ചെയ്ത് കൊടുത്തു, പിന്നെ രാഗി കഴിക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമ്മൾ വന്നല്ലേ. അശ്വതിയുടെ വീട് മാനവീയം വീതിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അതിലേ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കിവിടെ കയറാമെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി മാനവീയം വീതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്, വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ അവിടെയുണ്ട്. സമയം ഒരു 7-7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പ്ലാൻ ചെയ്ത് നമുക്കൊരു റീൽ എടുക്കാമെന്ന്. അപ്പം അതേതാണ് എടുക്കണേന്നുള്ള ഡിസ്കഷൻ, അതുപോലെ ഫോണിൽ ലൈറ്റ് എവിടെയാണ് നന്നായിട്ട് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് നമുക്ക് എടുപ്പിക്കാം. അതിന് മുമ്പ് ഞങ്ങൾ ചെയ്തൊരു ഡാൻസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലതും നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ.
അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു എനിക്ക് തോന്നുന്നു അഖില എന്ന് പറഞ്ഞൊരു കുട്ടി, കൊല്ലത്തുള്ള ഒരു അഖിലേനെ അവിടെ കണ്ടു. അപ്പോൾ അഖില ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് റീലൊക്കെ എടുത്ത് തന്നു. ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ആ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1-2 റീലൊക്കെ എടുത്ത് ചുമ്മാ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം എൻ്റെ 2 റീലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ബൈ ബൈ.